ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നാം അവരുടെ ശിഷ്യന്മാരാകണമെങ്കിൽ നാം വളരെ ഫലം കായ്ക്കുന്നവരാകണം. എന്ത് ഫലമാ? രണ്ട് ഫലമുണ്ട്. ഒന്ന് ആത്മാവിന്റെ ഫലം, രണ്ട് ആത്മാക്കളെ ആദായപ്പെടുത്തുന്നത്. ഇത് രണ്ടും ഇതിനകത്തുള്ളതാ. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം മാത്രം പോരാ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ഫലം കായ്ക്കുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടുക. ഈ ലോകത്തില് എൻ്റെ കർത്താവ് തന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. ഞാൻ ഫലം കായ്ച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ശിഷ്യന്മാരാകും. അപ്പൊ ശിഷ്യന്മാരുടെ ജോലി എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്നതല്ല. ശിഷ്യന്മാരുടെ ജോലി എന്ന് പറയുന്നത് വളരെ ഫലം കായ്ക്കുന്നതാണ്. അത് ഏത് ലെവലിലുമായിക്കൊള്ളട്ടെ. നിങ്ങൾക്കറിയാം, പുതിയ നിയമസഭയില് ശുശ്രൂഷയില്ലാത്തവരാരുമില്ല. പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്നതുകൊണ്ട് ആ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളുമായിരിക്കുന്നിടത്തോളം എനിക്ക് നിങ്ങൾക്ക് ഒരു ശുശ്രൂഷയുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ ശാന്തമായിട്ടൊന്ന് പിന്നോട്ട് നോക്ക്. എന്ത് ഫ്രൂട്ടാണ് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്?